ഒരു കുഞ്ഞു കാര്യമാണ്, ഒരു കുഞ്ഞു കാര്യം, പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. സമയം പ്രയോജനപ്പെടുത്തണം ചേട്ടാ, സമയം പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയം എന്ത് ചെയ്യണം? ഉച്ചത്തിൽ പറ, പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഞാൻ ഈ സംസാരിച്ചു വന്നപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനാ മുന്തിരിങ്ങ കഴിച്ച ആളാ, എന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് റീൽസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛാ. അപ്പൊ ഞങ്ങളെ പിടിച്ചിരുത്തിയിരിക്കും രാഹുകാലം കഴിയാൻ, നല്ല സമയത്തിന് വേണ്ടിയിട്ടാണ്. നല്ല സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സമയം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കുറച്ച് വിഷമിക്കണ്ട, പക്ഷെ ഇത് അംഗീകരിക്കണം, നമ്മൾ അംഗീകരിക്കണം. ചിലർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴോ മരിച്ചു പോകൂ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, സമയമുണ്ട് ദാസാ, അല്ലേ? സമയമുണ്ടെന്ന്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ദൈവം തരുന്ന സന്ദേശം അനുസരിച്ച് നമ്മളെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പത്രോസ്ലീഹ പറയുക, അതെ ഇതെൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ സമയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഔസേ പിതാവ് ആ രാത്രി തന്നെ, ബൈബിള് പറയുന്നു, ആ രാത്രി തന്നെ അവൻ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കാണിക്കുന്ന എന്തെന്നറിയോ? സമയം നന്നായി പ്രയോജനപ്പെടുത്തിയ ഔസേ പിതാവ്. ഇനി ഇതിന്റെ മറുവശമുണ്ട്. സമയമായി നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. ആത്മീയ കാര്യങ്ങൾക്ക് നീ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഓരോ വ്യക്തിയും ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത വചനം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെയാണ്. പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16. ഒരു കുഞ്ഞു കാര്യമാണ്, ഒരു കുഞ്ഞു കാര്യം, പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. 5-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. ബൈബിൾ ഉള്ളവരും തുറന്നൊന്ന് വായിച്ചു നോക്കിക്ക്, എന്താണ് വചനം ഒന്ന് കാണാം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ്ലീഹ നമ്മളോട് പറയുവാണ്, ഇപ്പോൾ ഇത് തിന്മയുടെ, കഷ്ടതയുടെ, ദുഃഖത്തിന്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ അങ്ങനെ ദുഃഖിച്ചും ആ തിന്മയിൽ പെട്ടിരിക്കാനല്ല, മറിച്ച് നീ ചെയ്യേണ്ട കാര്യം സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. ആമേൻ, ആമേൻ, ആമേൻ. ചിലര് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട്, യെസ്, സമയം ഒട്ടും കളയാതെ ഞാൻ ഉറങ്ങുന്നുണ്ട് അച്ഛാ. ഒട്ടും കളയുന്നില്ല അല്ലേ? ഒട്ടും കളയാതെ ഞാൻ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങാനല്ല ചേച്ചി, ഉറങ്ങാനല്ല, മറിച്ച് സമയം പ്രയോജനപ്പെടുത്തണം. സമയം പ്രയോജനപ്പെടുത്തണം ചേട്ടാ, സമയം പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സമയം എന്ത് ചെയ്യണം? ഉച്ചത്തിൽ പറ, പ്രയോജനപ്പെടുത്തണം. നമ്മുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല സമയത്തെക്കുറിച്ചൊക്കെ പല ചിന്തകളുണ്ടാവും. പ്രത്യേകിച്ച് 2026 പ്രവേശിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, ഒരു ട്രെൻഡായിട്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു കാര്യം അതെന്നാണെന്നറിയോ? 2025 അവസാനത്തെ മണിക്കൂറിൽ ഒരു സ്പാനിഷ് പശ്ചാത്തലത്തിലുള്ള ഒരു ട്രെൻഡാണ്. അത് ഇന്ത്യയിലേക്ക് ഈ വർഷമാണ് അത് കൂടുതൽ പ്രചരിച്ചത്. അതായത് അവസാനത്തെ മണിക്കൂറിൽ മേശയുടെ അടിയിലോ കട്ടിലിൻ്റെ അടിയിലോ എവിടെയെങ്കിലും മാറി ഒളിച്ചിരുന്ന് 12 മുന്തിരിങ്ങ കഴിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിഞ്ഞുകൂടാ, സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേര് കട്ടിലിനടിയിൽ, മേശയുടെ അടിയിലൊക്കെ പോയിരുന്ന് 12 മുന്തിരി, അതായത് 2026 പ്രവേശിക്കുന്ന തൊട്ട് മുമ്പ് ആരും കാണാതെ 12 മുന്തിരിങ്ങ കഴിച്ചാൽ വിശ്വാസം എന്നാണെന്നറിയാവോ അവരുടെ? അതായത് ഇനി വരുന്ന 12 മാസവും, ഓരോ മുന്തിരിയും ഓരോ മാസമാണ്, ഓരോ മാസവും എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി, എൻ്റെ പ്രണയം നടക്കും, എനിക്ക് സമ്പത്ത് കിട്ടും, എനിക്ക് ജോലി കിട്ടും എന്നിങ്ങനെയുള്ള ഒരു സ്പാനിഷ് പശ്ചാത്തലത്തിലുള്ളൊരു, അതവിടെ 100 വർഷത്തോളമായിട്ടുള്ളൊരു പശ്ചാത്തലമാണ്. പക്ഷെ അത് ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഭയങ്കര ട്രെൻഡിങ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഈ നാളുകൾ മുഴുവൻ ഈ മുന്തിരിങ്ങ പോലെ, അല്ലേ, മുന്തിരിങ്ങ തിന്നാൽ പുളിക്കുമെന്നാണ് പറയണത്, എന്നാൽ മുന്തിരിങ്ങ പോലെ ഇനി സമൃദ്ധിയുടെ സമയമാണെന്നുള്ള ഒരു ചിന്ത, ഒരു ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പിള്ളേരൊക്കെ മേശഴടി പോയിരുന്നുണ്ട് മുന്തിരിങ്ങ കഴിക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങനെ മുന്തിരിങ്ങ കഴിച്ച ഒരു പെൺകുട്ടി അവളുടെ ലൈഫിലെ ഇച്ചിരി പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടൊക്കെ ഇന്നലെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരല്പ സങ്കട അവസ്ഥയിലാണ്. അപ്പം ഞാൻ ഈ സംസാരിച്ച് വന്നപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആ മുന്തിരിങ്ങ കഴിച്ച ആളാ, എന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് റീൽസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛാ അത് ഒത്തിരി പേര് കണ്ടു. ഇനി ഈ വർഷം മുഴുവൻ ഭാഗ്യമുള്ള വർഷമാണെന്ന് പറഞ്ഞു, ഭാഗ്യമുള്ള വർഷം. പക്ഷെ അച്ഛാ മുന്തിരിങ്ങ കഴിച്ചു, പക്ഷേ ഒരു ഗുണവും ഇല്ല അച്ഛാ, എൻ്റെ സമയം മൊത്തം മോശമാണ്. ഈ പെൺകുട്ടി അത് പറയാനാണ് വന്നത്. അച്ഛാ എൻ്റെ ഈ സമയം മോശമാണ്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ എൻ്റെ ഈ സമയം ഇനി എന്നാണ് എൻ്റെ സമയം ഒന്ന് മെച്ചപ്പെടുന്നത്, എൻ്റെ സമയം ഒന്ന് മെച്ചപ്പെടുന്നത് എപ്പോഴാണ്? ഇത് ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ കാര്യമാണ്. ഈ സമയം ഇത്ര ശരിയല്ല, നിൻ്റെ ഈ സമയം ശരിയല്ല. ചിലർ പറയത്തില്ല നിൻ്റെ ഈ സമയം ഇത് കൊള്ളത്തില്ല, ഇനി നിൻ്റെ സമയം വരുന്നുണ്ട്, അപ്പം നീ മെച്ചപ്പെടും. കഴിഞ്ഞ നാളിലൊരു വീട് വെഞ്ചരിക്കാൻ വേണ്ടി ചെന്ന് അവിടെ വെഞ്ചരിപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് തുടങ്ങുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കുടുംബനാഥ വരൂ നമുക്ക് പ്രാർത്ഥനയല്ല. അച്ഛാ ഇപ്പം ശരിയാവും. അപ്പം ഞാൻ ചോദിച്ചു, ആരെങ്കിലും വരാനുണ്ടോ? ഓ ഉണ്ടച്ചാ വരാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആരോ വരാനുണ്ടെന്നാണ് വിചാരിച്ചത്. അല്ലേ 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് 20 അരമണിക്കൂർ കഴിയാറായി. ഞാൻ പറഞ്ഞു ആരാ ഇനി വരാനുള്ളത്, നമുക്ക് വെഞ്ചരിപ്പ് നടത്തണ്ടേ? അപ്പോൾ അവിടെ വികാരിയച്ഛൻ, ഇടവക വികാരിയച്ഛനുണ്ട്, അച്ഛനും ഞങ്ങളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കുടുംബനാഥൻ രാഹുകാലം കഴിയാൻ വേണ്ടി നോക്കി വെച്ചിരിക്കുക. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു മുഹൂർത്തം വരുന്നുണ്ട്, അപ്പം വേണം നമ്മുടെ വീട് വെഞ്ചരിക്കാൻ. അപ്പോൾ അത് ഞങ്ങളോട് പറയാനൊരു ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഇപ്പോൾ വരാനുണ്ട്, ഒത്തിരി ദൂരത്തുനിന്ന് വരുക, ഒന്ന് വെയിറ്റ് ചെയ്യ്. അപ്പം ഞങ്ങളെ പിടിച്ചിരുത്തിയിരിക്കും രാഹുകാലം കഴിയാൻ, നല്ല സമയത്തിന് വേണ്ടിയിട്ടാണ്. നല്ല സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സമയം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിനക്കുള്ള സമയം നീ നന്നായി പ്രയോജനപ്പെടുത്തണം. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിനക്കുള്ള സമയം നീ നന്നായി പ്രയോജനപ്പെടുത്തണം. നിനക്കുള്ള സമയം, ഈ സമയം നിനക്ക് ഇത്രേ ഉള്ളൂ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ സമയം നീ നന്നായി പ്രയോജനപ്പെടുത്തണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദീർഘായുസ് 150 വർഷം 200 വർഷമൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ലെന്നേ, അല്ലേ? ഇപ്പം നമുക്കറിയാമല്ലോ, സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദൈവം നമ്മളെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. കേട്ടോ ചേച്ചി, വിഷമിക്കണ്ട, സമയമുണ്ട്, ശുശ്രൂഷ കഴിഞ്ഞിട്ടേ സംഭവിക്കുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിക്കാം. അപ്പം അതുകൊണ്ടേ നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളാൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്കുണ്ട്. അപ്പം അത് ചെയ്ത് തീർക്കണം. നമുക്കുള്ള ചുരുങ്ങിയ സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്, വെളിപാട് 12:12 എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ, വെളിപാട് 12:12 ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 12. അതിനാൽ സ്വർഗ്ഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം പൂണ്ട് പിശാച് നിങ്ങളെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചുരുങ്ങിയ സമയമേ ഉള്ളെന്ന്, ഇനി ഒത്തിരി വർഷമൊന്നും ഇല്ലെന്ന്, ഇനി ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ മോത്ത് നോക്കി പറ, കുറച്ച് സമയമുള്ളെന്ന് പറഞ്ഞു കൊടുത്തോ. ഇനി ഒത്തിരി സമയമൊന്നും ഇല്ല, കുറച്ച് സമയമുള്ളൂ. വിഷമിക്കണ്ട, പക്ഷെ ഇത് അംഗീകരിക്കണം, നമ്മൾ അംഗീകരിക്കണം. ചിലർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴോ മരിച്ചു പോവുമോ, അല്ലേ, എനിക്കെന്താ കുഴപ്പം, ഞാൻ വിചാരിക്കുന്നത് 99 ഇരിക്കണം, അല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ചുരുങ്ങിയ സമയമുള്ളൂ.
ഒത്തിരി ഒന്നും ഇല്ലെന്ന്. ഈ ചുരുങ്ങിയ സമയമുള്ളല്ലോ, ഉള്ള സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ ചില കാര്യങ്ങൾ നമുക്കുണ്ട്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് പിശാചിനറിയാം, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. നമ്മുടെ വിചാരം നമ്മൾ അല്ലേ, മക്കളൊക്കെ മരിച്ച് അവരുടെ ശവസംസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്നാണ് ചിലരുടെ ചിന്ത. അങ്ങനെയല്ലെന്ന്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ കയ്യിൽ സമയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നതാ? പറ. സമയം. എല്ലാവർക്കും ഒരുപോലെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, കണ്ടോ, ഉറങ്ങുന്ന ഈ ചേച്ചിക്കും ഉറങ്ങാത്ത ഈ ചേച്ചിക്കും എന്നതാ ഉള്ളത്? ഒരുപോലെ സമയമുള്ളൂ, ഒരുപോലെ സമയമുള്ളൂ അല്ലേ? സത്യമല്ലേ? 24 മണിക്കൂർ അല്ലേ? ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട് ചേച്ചി? 60 സെക്കൻഡ്. ഇത് ചേച്ചിക്കും ഉണ്ട്, ഈ ചേച്ചിക്കും ഉണ്ട്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്നതാ? ഈ സമയം ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു? ഈ സമയം ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു? പറയുന്ന എനിക്കും ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടനും അല്ലേ, ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത്രേ ഉള്ളെന്ന്. ഒരുപോലെ തന്നെ നൽകപ്പെട്ടിരിക്കുന്നതാണ്, ഒരുപോലെ തന്നെ നൽകപ്പെട്ടിരിക്കുന്നതാണ്. 24 മണിക്കൂർ ഒരു ദിവസം, അതിൻ്റെ അകത്ത് തന്നെ ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്ന ഈ സമയം. അത് നമ്മൾ ഓരോ സമയത്തും ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സഭാപ്രസംഗന്റെ പുസ്തകം, ബൈബിൾ തുറന്നേ വായിച്ചേ, സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കേണ്ട ഒരു വചനമാണ്. പലർക്കും അറിയാം, എങ്കിലും ഈ വചനം ഒന്ന് വായിച്ചോളൂ. അതായത് ഓരോന്നിനുമുണ്ട് സമയം എന്നാണ് പറയുന്നത്. ഓരോന്നിനുമുണ്ട് സമയം. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനിത് പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഏറ്റു പറയണം കേട്ടോ. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വചനം. ഉച്ചത്തിൽ പറയണം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, തകർക്കാനൊരു കാലം, പണിതുയർത്താനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം, നൃത്തം ചെയ്യാനൊരു കാലം, കല്ല് പെറുക്കി കളയാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടാനൊരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം, സമ്പാദിക്കാനൊരു കാലം, നഷ്ടപ്പെടുത്താനൊരു കാലം, സൂക്ഷിച്ചു വെക്കാനൊരു കാലം, എറിഞ്ഞു കളയാനൊരു കാലം, കീറാനൊരു കാലം, തുന്നാനൊരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, സമയമുണ്ട് ദാസാ അല്ലേ? സമയമുണ്ടെന്ന്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സമയമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ സമയം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഓരോ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനമനുസരിച്ച് നമ്മൾ ജീവിതത്തെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. ഈ മൊബൈൽ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നും പറഞ്ഞു വരും. നമ്മളത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുഴപ്പം എന്താ? കുറച്ച് കഴിയുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊള്ളാണ്ടാവും, അതിലെ പല ആപ്പുകളും പ്രവർത്തിക്കാണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? ആ കമ്പനി അത് അപ്ഡേറ്റ് ചെയ്യും. അത് കച്ചവടം അറിയാവുന്ന മൊബൈൽ കമ്പനികൾ അല്പം കൂടെ എന്തും കൂടെ ചെയ്യും? നമ്മുടെ മുമ്പിലേക്ക് അവർ മോഹന വാഗ്ദാനങ്ങളായിട്ട് ഓരോ വർഷവും അവർ വ്യത്യസ്തമായ ശൈലികളിൽ അവർ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തിറക്കും. ആപ്പിൾ ഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 16 എത്തി അല്ലേ? അത് 5, 6, ആപ്പിൾ 5, 6, 7, 10 അങ്ങനെ മുമ്പോട്ട് പോയി അല്ലേ? ഇപ്പോൾ 16 വരെ എത്തി. ഇനി അത് 17ാമത്തിലോട്ട് പോകുന്നു. അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല,
ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സമയം കണ്ടെറിഞ്ഞ് ഈ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മളെ സ്വയം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രധാനപ്പെട്ട ദൈവം ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പല പല മേഖലകൾ, പല പല ആത്മീയ മേഖലകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ചിലരെ കണ്ടിട്ടുണ്ട്, എന്താണെന്നറിയാവോ? എൻ്റെ പ്രാർത്ഥനാ ശൈലി, ഇപ്പോൾ ഉദാഹരണത്തിന് ആത്മീയ മേഖലയാണ് പ്രാർത്ഥനാ ശൈലി. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനാ ശൈലി, ഞാൻ പണ്ട് തൊട്ട് ഒരു കൊന്ത ചെല്ലും, ഒരു ഇച്ചിരി ബൈബിൾ വായിക്കും, മതി. ഈ ധ്യാനവും പ്രാർത്ഥനയൊന്നും എനിക്ക് വേണ്ട. ഇതൊക്കെ എന്നാ ഉണ്ടായ? ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം പോട്ടയൊക്കെ എന്നാ ഉണ്ടായ? പണ്ട് തൊട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ശൈലിയുണ്ട്, അത് മതി. എനിക്കിങ്ങനെ വന്ന് കൈയടിച്ച് പാട്ട് പാടുക, സ്തുതിക്കുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. നമ്മൾ ശ്രദ്ധിച്ചേ, ഓരോ കാലഘട്ടത്തിനും ഓരോ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധാത്മാവ് പുതിയ പുതിയ അഭിഷേകം നൽകി ആ മേഖലകളെ വളർത്തും. അപ്പം നമ്മൾ എന്തു ചെയ്യണം? ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സമയം പ്രയോജനപ്പെടുത്തണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട മോൺസിഞ്ഞോറായി മരിച്ചുപോയ CJ വർക്കി അച്ഛൻ ശാലോം ശുശ്രൂഷകൾ, ടെലിവിഷൻ ശുശ്രൂഷകളുടെയൊക്കെ ആരംഭകനായിരുന്ന പ്രിയപ്പെട്ട CJ വർക്കി അച്ഛൻ, അതോടൊപ്പം തന്നെ കൊളത്തുവയലിൽ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ തന്നെ പ്രിയപ്പെട്ട വർക്കി അച്ഛനിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അച്ഛനെ കുറിച്ച് കഴിഞ്ഞ നാളിൽ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അച്ഛൻ മലബാർ പ്രദേശത്ത് തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നത് പള്ളി പണി എന്ന് പറഞ്ഞാൽ റോഡ് വികസനം, ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുക, ആ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സുഖകരമായ ജീവിതത്തിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതിലായിരുന്നു ഒരു വൈദികനായിരുന്ന വർക്കി അച്ഛൻ്റെ താല്പര്യം. എന്നാൽ 1980കളിലോട്ട് എത്തിയപ്പോൾ അച്ഛൻ്റെ ശൈലികളിൽ ഒരു മാറ്റം. അച്ഛൻ ഈ റോഡ് പണി പയ്യെ ഒതുക്കി, പള്ളി പണി പയ്യെ നിർത്തി. എന്നിട്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷ മേഖലയിലേക്ക് അച്ഛൻ ശക്തമായിട്ട് ഇറങ്ങി. അതിനെക്കുറിച്ച് അച്ഛൻ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ്: അതായത് ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. ഇപ്പോഴും ഞാൻ പള്ളി പണിത് റോഡ് പണിതുകൊണ്ടൊന്നും ജീവിക്കാനല്ല, മറിച്ച് ഇനി ആവശ്യം ആത്മീയ മേഖലയിൽ ദൈവജനത്തെ സഹായിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സമയം പ്രയോജനപ്പെടുത്താനുള്ള ഒരു വ്യക്തിയുടെ മനസ്സാണ് ഇത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും, CJ വർക്കി അച്ഛനെ കുറിച്ച് പറയാനല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ പോട്ട ആശ്രമം, ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രമാണ്. നിങ്ങൾ ഇവിടുത്തെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മുൻവശത്ത് ഗേറ്റിൻ്റെ സൈഡിൽ ഒരു ബോർഡിൽ ഈ പോട്ട ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സെൻ്ററാണ്. മേരിമാത പ്രൊവിൻസിൻ്റെ കീഴിലുള്ള പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രങ്ങളുടെ സെൻ്ററാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനമല്ലല്ലോ നടക്കുന്നത്. ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സെൻ്ററാണ്. ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെയും മാത്യു നായ്ക്കമ്പറമ്പലച്ചൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതിശക്തമായ ശുശ്രൂഷ ഇവിടെ നിന്നാണ് എല്ലാ ഇടങ്ങളിലേക്കും പോയി ശുശ്രൂഷ നടത്തിയിരുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് ആഗ്രഹം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ജോർജ് അച്ഛനൊക്കെ നാളുകളോളം സഭാധികാരികളോട് പ്രാർത്ഥിച്ച് വന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു. അങ്ങനെയാണ് ഈ അനുദിന ശുശ്രൂഷ, ഇപ്പം നമ്മൾ പങ്കെടുക്കുന്ന ഡെയിലി ശുശ്രൂഷ, 365 ദിവസവും ശുശ്രൂഷയുള്ള ലോകത്തിലെ വേറെ ഏതെങ്കിലും ധ്യാനകേന്ദ്രം ഉണ്ടോ? നമ്മൾ ഇരിക്കുന്ന ഈ ധ്യാനകേന്ദ്രം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഹർത്താലാണെങ്കിലും കൊറോണയാണെങ്കിലും ഒക്കെ ശുശ്രൂഷ നടത്തപ്പെടുന്ന ദൈവം തിരഞ്ഞെടുത്ത ഒരു മണ്ണിത്. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ഇത് ആരംഭിച്ചപ്പോൾ 365 ദിവസമുള്ള ശുശ്രൂഷയായിട്ടല്ല, മറിച്ച് ഇത് പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇപ്പോഴും പോപ്പുലർ മിഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്.
ഇവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ജോജോ അച്ഛനും തോമസ് അച്ഛനൊക്കെ അനേക സ്ഥലങ്ങളിലേക്ക് പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷ ടീമങ്ങളായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കർത്താവ് മറ്റൊരു വഴിയിലൂടെ ഈ പോട്ടാശ്രമത്തെ ഉയർത്തി അതാണ് അനുദിന ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുന്നത്. അതിനോട് ചേർന്നുള്ളതാണ് താമസിച്ചുള്ള ധ്യാനം. ഇവിടെ നിന്ന് നമുക്ക് അധികം ദൂരമല്ലാതെ നമ്മുടെ മുരിങ്ങൂരുള്ള ഡിവൈൻ ധ്യാന മന്ദിരം, അതെന്താണ്? കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിച്ചതാണ്. അതല്ലാതെ അവിടെ തുടക്കപ്പെട്ടതൊരു ധ്യാന കേന്ദ്രമല്ല. ഡിവൈൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടത്തിൽ മാത്യു അച്ഛനിലൂടെയും ജോർജ് അച്ഛനിലൂടെയും നൽകപ്പെട്ട അഭിഷേകം അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടപ്പോൾ ആ ഹോസ്പിറ്റലിനെ അതൊരു ധ്യാന കേന്ദ്രമാക്കി ഉയർത്തി. 7-ലധികം ഭാഷകളിൽ എല്ലാ ആഴ്ചയിലും ധ്യാനം നടത്തപ്പെടുന്നു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ദൈവം തരുന്ന സന്ദേശം അനുസരിച്ച് നമ്മളെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ വളർത്തണം. അല്ലാതെ ഇങ്ങനെ ഞാൻ ജീവിക്കുകയുള്ളൂ, ഇങ്ങനെ തന്നെ ഇരിക്കും, അതല്ല. മറിച്ച് ഓരോ സമയത്തും ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും, വഴി കാണിച്ചു തരും. അത് കൃത്യമായിട്ട് അത് നമ്മൾ അനുസരിക്കണം. ശ്രദ്ധി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉദാഹരണത്തിന് ധ്യാന ശുശ്രൂഷകളിലൊക്കെ അതിശക്തമായി കേരളത്തിൽ ദൈവം ഉയർത്തിയ പ്രിയപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിലച്ഛൻ, തിരുവനന്തപുരത്ത് വെട്ടിനാട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം. നിങ്ങളവിടെ ചെല്ലണം, കാണണം. എന്ത് സുന്ദരമായിട്ടാണ് അതൊക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെ ഒരു വൈദികനിലൂടെ ഉയർത്തപ്പെട്ടു? ഈ ഡാനിയേൽ പൂവണ്ണത്തിലച്ഛൻ എന്ന് പറയുന്ന വൈദികൻ, അദ്ദേഹം നല്ല മിടുക്കനാണ്, നന്നായിട്ട് പഠിക്കും. ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ബിരുദം അത് റാങ്കോടുകൂടെ പാസ്സായി കഴിഞ്ഞപ്പോൾ ക്ലിമീസ് പിതാവ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്തെ മാർ ഇവാനിവേഴ്സ് കോളേജ്, അവിടെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇതാ ക്രമീകരിക്കാൻ പോകുന്നു. അച്ഛനെയാണ് തിരഞ്ഞെടുത്തിട്ട്, കാരണം അച്ഛന് ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ടുള്ള ആളല്ലേ, അച്ഛനെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അച്ഛന് സന്തോഷമായി. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം. പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിതാവേ, എനിക്ക് തോന്നുന്നു ഇതല്ല എൻ്റെ ദൗത്യം, എനിക്ക് സുവിശേഷം പറയാനാണ്, സുവിശേഷ ശുശ്രൂഷയാണ് എനിക്ക് താല്പര്യം. പിതാവ് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിതാവ് ഒരു ദിവസം ഡാനിയേലച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാനിയേലച്ഛ, അച്ഛൻ സുവിശേഷ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൗത്യം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ശുശ്രൂഷ മേഖലകൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന അനേക ശുശ്രൂഷ മേഖലകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരാൻ ഒരു വൈദികനിലൂടെ, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വീടുകളിൽ ഇരുന്ന് യൂട്യൂബിലൂടെയൊക്കെ പഠിക്കുവാൻ, വചനം പഠിക്കാൻ തക്കവണ്ണം ഒരു വൈദികനിലൂടെ ദൈവം ഉയർത്തിയത് എപ്പോഴാണ്? കാലഘട്ടത്തിൻ്റെ സ്വരം കേട്ട് സമയം പ്രയോജനപ്പെടുത്തി ഒരു വൈദികൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചപ്പോഴാണ്. നല്ല കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാലക്കാട് രൂപതയുടെ സാധാരണപ്പെട്ട വൈദികൻ, അദ്ദേഹം ഇടവക വികാരിയച്ഛനാണ്. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു സാധാരണ ഇടവക വികാരി അട്ടപ്പാടിയിൽ താവളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചോദനം, ഒരു ധ്യാന ശുശ്രൂഷ, ആത്മീയ മേഖലയിൽ ഇടപെടണം. അങ്ങനെ ആരംഭിച്ചതാണ് അട്ടപ്പാടിയിലെ സെഹിയോൻ ധ്യാന മന്ദിരം. കുറച്ചാളുകളെ ഉള്ളൂ. ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്ന ചിലർ പോലും ചിന്തിച്ചു, അട്ടപ്പാടിയിൽ ധ്യാന കേന്ദ്രം, പിന്നെ ആര് പോകും? എന്നിട്ട് എന്താ ഉണ്ടായേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പോലും കടന്നു ചെല്ലാത്ത സ്ഥലമെന്ന് കരുതിയ സ്ഥലത്തേക്ക് ജനപ്രവാഹം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവജനപ്രവാഹം. അവിടെയാണ് വൈദികർക്ക് വേണ്ടി പ്രത്യേക ധ്യാന ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചു. കേരളത്തിൽ മാത്രമല്ല, അങ്ങോളം ഇങ്ങോളം ശുശ്രൂഷ മേഖലകൾ തുറന്നു, അഭിഷേകാഗ്നി ശുശ്രൂഷകൾ തുറക്കപ്പെട്ടു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അച്ഛനിലൂടെ പുതിയ ഒരു സന്യാസ സഭ PDM എന്ന് പറയുന്ന പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്ന ഒരു സന്യാസ സഭ ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാലഘട്ടത്തിൻ്റെ സ്വരമനുസരിച്ച് സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇതിവിടെ ഇരിക്കുന്ന കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം, ഇതെല്ലാവർക്കും ബാധകമാണ്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമയം നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. നമ്മുടെ മുമ്പിൽ യോഹന്നാന്റെ സുവിശേഷം
13-ാം അധ്യായം 1-ാം തിരുവചനം 13:1. ഇതെന്തിനാണെന്നറിയാവോ? ഇത് ഈശോ എങ്ങനെ സമയത്തെ പ്രയോജനപ്പെടുത്തി എന്ന് പഠിക്കാൻ പറ്റും. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13, 13-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 13:1. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഈശോ തന്റെ സമയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് നമ്മൾ വായിക്കുന്നത് എവിടുന്നാണെന്നറിയോ? വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ആ സ്ഥാപനം എപ്പോഴാണെന്നറിയാവോ? യേശു ഒരു കാര്യം അറിഞ്ഞു. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോ ചിന്തിക്കുകയാണ്, ഞാൻ ഈ 3 വർഷമായിട്ട് 12 എണ്ണത്തെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അവന്മാർക്കൊരു പക്വത പോരാ. അവരുടെ സ്വഭാവം എപ്പോഴും തമ്മിൽ തല്ലുന്നു, ആകപ്പാടെ ഒരു സുഖമില്ല. ഇവർക്ക് ഇച്ചിരുടെ പക്വത വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കാം, പെസഹാ തിരുനാൾ ആഘോഷിക്കാം എന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? ഈ ചരിത്രം മാറിപ്പോകും. അതായത് ഈശോയ്ക്ക് കൃത്യമായിട്ട് സമയത്തെ തിരിച്ചറിയാൻ പറ്റി. ആ സമയത്തിനനുസരിച്ച് ഈശോ പ്രവർത്തിച്ചു. നിനക്ക് ലഭിക്കുന്ന സമയത്തെ നീ പ്രയോജനപ്പെടുത്തണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. കണ്ടോ എന്ത് മനസ്സിലായി? ഈശോയ്ക്ക് വ്യക്തമായി മനസ്സിലായത് തൻ്റെ സമയത്തെ കൃത്യമായി തിരിച്ചറിയാൻ. നിനക്ക് ലഭിക്കപ്പെട്ട സമയത്തെ കൃത്യമായി തിരിച്ചറിയണം. ഹല്ലേലൂയാ. നാളത്തേക്ക് മാറ്റിവെക്കാനല്ല, ഇപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇതിനെ പ്രയോജനപ്പെടുത്തണം. വലതു ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തണം. പറഞ്ഞു കൊടുത്തേ, സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തണം. അത് യൂസ്ഫുൾ ആക്കണം. നമ്മുടെ കയ്യിലുള്ള ഈ സമയം ഇനി നാളെ കിട്ടുമെന്ന് വിചാരിക്കരുത് കേട്ടോ. നാളെ കിട്ടുമെന്ന് വിചാരിക്കും. ഇപ്പൊ കിട്ടിയിരിക്കുന്ന സമയം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന സമയം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 16:16. 16. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അതായത് സമയത്തെ കുറിച്ചാണ് ഈശോ പറയുന്നത്. അതായത് സമയം ശരിക്കും അറിഞ്ഞ് ആ സമയം പ്രയോജനപ്പെടുത്തിയവനാണ് ഈശോ. ഈശോയുടെ ഈ ട്രെയിനിങ് അപ്പസ്തോലന്മാർക്കൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പൗലോസ്ലീഹായെ കുറിച്ചൊരു വചനമുണ്ട്, ഒന്ന് വായിച്ചാലോ? പൗലോസ്ലീഹായ എങ്ങനെയാണ് ഈ സമയം ഉപയോഗിച്ചത്? തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, 2-ാം പുസ്തകം, അതിൻ്റെ 4-ാം അധ്യായം 6-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു തിമോത്തിയോസ്, അതിൻ്റെ 4:6, 4-ാം അധ്യായം 6-ാം തിരുവചനം. ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണേ. എങ്ങനെയാണ് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യം? 2 തിമോത്തിയോസ് 4:6, 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. പൗലോസ്ലീഹ പറയാണ്, ദേ എൻ്റെ സമയമായി. ഇത് കഴിഞ്ഞിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നന്നായി ഉപയോഗിച്ചു. ആര്? പൗലോസ്ലീഹ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ്ലീഹയെ കുറിച്ചൊരു വചനമുണ്ട്, വായിച്ചാലോ? പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പത്രോസ്ലീഹയുടെ ലേഖനം 2 പത്രോസ്ലീഹയുടെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. 2 Peter chapter 1 verse 14, 14-ാം വചനം, 14-ാം തിരുവചനം.
ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെന്നാൽ ആ. നമ്മുടെ കർത്താവായ ആ. യേശു ക്രിസ്തു ആ. എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ യെസ്, കൂടാരത്തിൽ നിന്നുള്ള എന്റെ വേർപാടിന്റെ സമയം അടുത്തിരിക്കുന്നു. പത്രോസ്ലീഹ പറയാ, അതെ ഇതെന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ സമയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒന്ന് നിവർന്നിരുന്നേ. എന്നിട്ട് രണ്ട് കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും സമയം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, അധികം സമയമൊന്നുമില്ല, അധിക സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ഇതാ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളൊരു സമയമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് സാധിക്കുന്നവർ കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ പക്കലേക്ക് കടന്നു വരുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്റെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ ഇതാ നിന്റെ മുമ്പിലേക്ക്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ സുന്ദരമായ ദൃശ്യമൊന്ന് കാണണം. നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു മാലാഖ നിന്നോട് സംസാരിക്കുകയാണ്, നിന്നോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകേണ്ട ചില മേഖലകൾ എനിക്ക് വെളിപ്പെടുത്തി തരും ദൈവമേ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് നമുക്കറിയാവുന്നൊരു ഗാനത്തിൻ്റെ വരികൾ നിങ്ങൾ പാടേണ്ടതില്ല, മറിച്ച് ഈ ഗാനത്തിൻ്റെ വരികൾ ഒന്ന് കേൾക്കുക. ദൈവം നിന്റെ പക്കലേക്ക് കടന്നു വന്ന് നിന്നോട് ചില കാര്യങ്ങൾ ഇതാ ഒരു ദൈവദൂതനിലൂടെ സംസാരിക്കുകയാണ്. ആ വരികൾ ഒന്ന് കേട്ടു നോക്കിക്കേ. മങ്ങിയൊരമ്പി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. നിന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരിക്കുന്ന മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇതാ നിന്റെ പക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരികയാണ്. മരണത്തിൻ്റെ വാർത്തയുമായിട്ട് കടന്നു വരുന്നു. നീ അത് തിരിച്ചറിയണം. ആ പാട്ടിൻ്റെ വരികൾ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കിക്കേ. മങ്ങിയൊരമ്പി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ. മരണത്തിൻ്റെ വാർത്ത കേട്ട് കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ സങ്കടമായി, ഭാരമായി. ദൈവമേ, ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ, എനിക്ക് ഒരുങ്ങാൻ സമയം വേണം. ദൈവദൂതനോട് നീ യാചിക്കുകയാണ്, ദൈവമേ ഞാൻ ഒരുങ്ങിയിട്ടില്ലത്രേ. എൻ്റെ ജീവിതത്തിൽ മരണത്തെ സ്വീകരിക്കാൻ ഞാൻ ഒട്ടും ഒരുങ്ങിയിട്ടില്ല. കാരണം ഞാൻ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്, ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾ. ഓരോ വ്യക്തിയും ചിന്തിച്ച് നീ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്? നിനക്ക് കിട്ടിയ സമയം നീ ഉപയോഗപ്രദമാക്കിയോ, അതോ അലസമായ സമയം കളഞ്ഞോ? ഇതാ ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ വന്ന് വിളിക്കുമ്പോൾ നീ എന്താണ് ദൂതനോട് പറയുന്നത്? ഈ സമയം ആ ഗാനത്തിന്റെ അടുത്ത വരികളൊന്ന് പാടി നോക്കിക്കേ. കേട്ടുമടുങ്ങി മനമിളകി പേടി വളർന്നെൻ സ്വരമിടറി മിഴിമീർ തൂക്കിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ഇത് നിന്റെ ഉള്ളിലുള്ള വലിയ സങ്കടത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ സമയം തീർന്നു പോയോ? എനിക്കിനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. എൻ്റെ വീടിനെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഞാൻ അലസമായിട്ട് ജീവിച്ചു പോയി. എനിക്ക് സമയം വേണം. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാനുണ്ട്. എനിക്ക് ജീവിതത്തിൽ ചില വിശുദ്ധീകരണം എനിക്കും ആവശ്യമാണ്. ദൈവദൂതന്റെ മുമ്പിൽ നിന്റെ ഒരു കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്. ആ വരികൾ ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്കേട്ട് നോക്കിക്കേ. കേട്ടുമടുങ്ങി മനമിളകി
തേടി വളർന്നെൻ സ്വരമിടറി മിഴിനീർ തൂകി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. എന്നാൽ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഈ സമയം നീ വിശ്വസിക്കണം, നിനക്ക് വേണ്ടി മറ്റൊരു സമയം കാത്തുവെക്കപ്പെട്ടിട്ടില്ല. ഈ ഭൂമിയിൽ നിനക്ക് അനുവദിക്കപ്പെട്ട സമയം, നിനക്കൊരു സമയം തന്നിട്ടുണ്ട്. ഈ സമയത്തെ പ്രയോജനപ്പെടുത്തണം. അതിനുള്ളൊരു തീരുമാനമാണ്. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മിഴിനീർ തൂകി ഉണർത്തിച്ചു. നാഥ, എനിക്കൊരു ഒരുക്കം വേണം, എനിക്കൊരു സമയം വേണം, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ആ പ്രാർത്ഥനയാണ് അടുത്ത വരികൾ. ഈ പ്രാർത്ഥനയുടെ ഉത്തരം പോലെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കും. ആ രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല. ചേർന്നൊന്ന് പാടിക്കേ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ദൈവം തന്ന സമയം നീ എങ്ങനെയാണ് ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നത്? അലസമായി നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ സമയം നീ കളയുന്നുണ്ടോ? ജീവിതത്തിൽ കിട്ടിയ സമയത്തെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കി കളഞ്ഞ സമയങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അലസമായി ജീവിച്ച ജീവിത വഴികൾ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള അനുഭവങ്ങൾ, ദൈവമേ, ഇത് ഞാൻ ഓർത്ത് ഇതാ അൾത്താരയിൽ സമർപ്പിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ ശക്തിയും ബലവും വേണം. എനിക്ക് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവേ എനിക്ക് കൃപ വേണം. എനിക്ക് സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ഒരു 4-5 പേർക്കെങ്കിലും ഒന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, സമയം നന്നായി പ്രയോജനപ്പെടുത്തണം, സമയം നന്നായി പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് ഇരുന്നേ, ഒരു 4-5 പേർക്കെങ്കിലും കൈ കൊടുത്തോണ്ട് പറയണം, സമയം നന്നായി പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഈ ഉള്ള സമയത്തെ നന്നായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ മാതൃക നൽകി. പൗലോസ്ലീഹായും പത്രോസ്ലീഹായും പഠിപ്പിച്ചു. ഈ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ, ഈ സമയം നന്നായിട്ട് ഉപയോഗിച്ച ഒരാളെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. അത് നമ്മുടെ ഔസേപ്പ് പിതാവാണ്. യൗസേപ്പ്, സെന്റ് ജോസഫ്, വിശുദ്ധ ഔസേപ്പ് പിതാവ്. ഒന്ന് വായിക്കാൻ ഒരു നല്ല വചനമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം. ഒന്ന് തുറന്നേ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1, 1-ാം അധ്യായം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഔസേപ്പ് പിതാവ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. 13-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 13. 13-ാം തിരുവചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. 14-ാം വചനം എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഔസേപ്പ് പിതാവ് നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കം കേട്ടോ. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന പാതിമയക്കമല്ല,
അല്ലേ? ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ഷീണം, അല്ലേ? ഉച്ചയായി, ഇനിയിപ്പോൾ കഞ്ഞി കുടിച്ചാൽ മതി, ഭക്ഷണമെങ്കിലും കഴിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പം നമുക്ക് പൊതുവേ ഒരു ക്ഷീണമൊക്കെ തോന്നും. പുറത്തൊക്കെ ഒരു ഇച്ചിരി ചൂട് കൊണ്ട് ഒരു അവിഞ്ഞൊരവസ്ഥ, അപ്പോൾ ഒരു ക്ഷീണം, ഒരു പാതി മയക്കം. ഔസേപ്പിതാവിൻ്റെത് പാതി മയക്കമൊന്നുമല്ല, നല്ല ഗാഠനിദ്രയാണ്. നല്ല കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കും, നല്ല ഉറക്കം. ഇങ്ങനത്തെ ഉറക്കത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുന്നത്. എന്ത് പറയണത്? ഔസേപ്പേ, എടാ നീ ഈജിപ്തിലേക്ക് പൊക്കോ. വചനം എന്തു പറയുന്നു? ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു മനസ്സിലായി? ആ രാത്രി തന്നെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അല്ല, ഒരു മര്യാദ വേണ്ട കാര്യങ്ങൾക്ക്, അല്ല ഒരു മര്യാദ വേണ്ടേ? ഈ രാത്രി ഒന്ന് നേരം പുലരട്ടെ, അതല്ലേ അതിൻ്റെ മര്യാദ? ഈ രാത്രി ഇപ്പം എന്നാ സംഭവിക്കാനാ? ഈ രാത്രി ഇപ്പം എന്നാ സംഭവിക്കാനാ? ഒന്ന് ഉറക്കം കഴിയട്ടെ, ക്ഷീണം മാറട്ടെ, എന്നിട്ട് യാത്ര ചെയ്യാം. ക്ഷീണം മാറിയിട്ട് യാത്ര ചെയ്യാം, അതല്ലേ നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഔസേപ്പിതാവ് കാണിച്ചതൊരു മര്യാദഘട്ട പരിപാടിയല്ലേ? കാരണം ഇപ്പം ഇവര് ഈ ബെത്ലഹേമിൽ ഈ കാലിത്തൊഴുത്തിൽ ഈ കുഞ്ഞിന് ജന്മം നൽകി അധിക സമയമായിട്ടില്ല കേട്ടോ. അപ്പം ഇവരെ സഹായിച്ചത് ആരായിരിക്കും? ആട്ടിടയന്മാരൊക്കെ അല്ലേ ഇവരെ സഹായിച്ചത്? അവരൊക്കെ അപ്പുറത്തുണ്ടേ. എന്നാൽ പിന്നെ നേരം വെളുത്തിട്ട് അവരുടെയൊക്കെ അടുത്ത് ചെന്ന്, നന്ദി കേട്ടോ, ഇന്നലെ രാത്രിയിലൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടെ നിന്നല്ലോ, അങ്ങനെയൊക്കെ ഒരു നന്ദി പറഞ്ഞിട്ടല്ലേ പോകേണ്ടത്? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ, അല്ലേ? ആ ആട്ടിടയന്മാരൊക്കെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങൾക്കൊന്ന് സഹായിച്ചിട്ടുണ്ടാവുകയെ. അപ്പം അവരോടൊക്കെ ഒരു താങ്ക് യു പറഞ്ഞിട്ട് പോകേണ്ടതാണ് അതിൻ്റെ മര്യാദ, അല്ലേ? എന്നാൽ ആ മര്യാദയൊന്നും ഔസേപ്പിതാവ് കാണിച്ചില്ല. ഔസേപ്പിതാവ് ആ രാത്രി തന്നെ, ബൈബിള് പറയുന്നു, ആ രാത്രി തന്നെ അവൻ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കാണിക്കുന്ന എന്തെന്നറിയോ? സമയം നന്നായി പ്രയോജനപ്പെടുത്തിയ ഔസേപ്പിതാവ്. ഇനി ഇതിൻ്റെ മറുവശമുണ്ട്. ഇനി നേരം വെളുക്കുന്നത് വരെ ഔസേപ്പിതാവ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവർ യാത്ര പോകുന്നത് നാട്ടുകാർ കാണും, ഹേറോദോസിൻ്റെ അടുക്കൽ വിവരമെത്തും. നേരം വെളുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശിരച്ഛേദന സംഭവിക്കാൻ പോകുന്നു. ഈ കുഞ്ഞും അങ്ങനെ ആയിപ്പോകാം. എന്നാൽ സംഭവിക്കാമായിരുന്ന ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഔസേപ്പിതാവ് എടുത്ത ഒരു വലിയ തീരുമാനം ആ രാത്രി തന്നെ ആ സമയത്തെ ഔസേപ്പിതാവ് പ്രയോജനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്തെ നമ്മളും പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 6-ന്റെ 2-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 2. വായിക്കാം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ആമേൻ പറഞ്ഞേ, ആമേൻ. ഇതാ ഇപ്പോൾ. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഹല്ലേലൂയാ. ആരെങ്കിലും ചിന്തിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ സമയം, എപ്പോഴാണ് ശുഭമുഹൂർത്തം, എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം, എപ്പോഴാണ് ഒരു നല്ല കാര്യം ആരംഭിക്കാൻ പറ്റിയ സമയം എന്നിങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതാണ് സമയം. നാളെ നീളെ ലോട്ടറിക്കാരെ പോലെ ആയിപ്പോവും. നാളെ നാളത്തേക്കല്ല, ഇന്ന്, ഇപ്പോ ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം. നാളത്തേക്കല്ലെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികൾ, നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചോണം, യെസ്, ഇതെൻ്റെ ജീവിതത്തിലെ റൈറ്റ് ടൈമാണ്. നാളെ ഒരു സമയമല്ല, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
അത് കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിച്ച ഒരു കാര്യം, ആദ്യം പഠിപ്പിച്ച കാര്യം തന്നെ ഇതാ പൗലോസ്ലീഹ കൊളോസസുകാരോട് കൃത്യമായിട്ട് മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുകയാണ്. ഒന്ന് വായിച്ചേ, 4-ാം അധ്യായം 5-ാം വചനം വായിച്ചോ. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ. കാരണം സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയാ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം, മർക്കോസ് 1:15 എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ. നമുക്കറിയാം, ഈശോ തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദൈവജനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്നാണെന്നറിയാവോ? മർക്കോസ് 1:15 പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പറഞ്ഞ, ആരംഭത്തിൽ മാത്രമല്ല ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: സമയമായി. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. ഇങ്ങോട്ട് നോക്കിക്കേ, 2026 വരെ എത്തിയില്ലേ? എങ്കിൽ ഓർത്തോ, നാളത്തേക്ക് മാറ്റിവെക്കേണ്ട. ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം ഫോർ ചേഞ്ച്. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നീ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിന്റെ ജീവിതത്തിൽ സ്വഭാവ രീതികളിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമയമായി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് സമയമായി, മാറ്റത്തിന് സമയമായി. മാറ്റത്തിന് സമയം. അടുത്തിരിക്കുന്ന ആളോട് പറ, മാറ്റത്തിന് സമയമായി. നിന്റെ ജീവിതത്തിന്റെ മാറ്റത്തിന് സമയമായി. സ്വഭാവ രീതികൾ മാറ്റാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നാളത്തേക്ക് മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ ദൈവത്തിനു മുമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാം തിരുവചനം ഒന്നും കൂടെ വായിച്ചേ. മർക്കോസ് ചാപ്റ്റർ 13 വേഴ്സ് 33. 13-ാം അധ്യായം 33-ാം തിരുവചനം 33. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. ശ്രദ്ധാപൂർവം ഉണർന്നിരുന്നോണം. ഉണർവ് വേണം. കാരണം നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കേണ്ട. ഉണർവോടുകൂടെ നമുക്കുള്ള സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്ന കാര്യം: സമയം സമാഗതമായി. നാളത്തേക്ക് നീ മാറ്റിവെക്കരുത്. നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക പ്രവർത്തികളുടെ സമയമായിരിക്കുന്നു. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. സമയം പ്രയോജനപ്പെടുത്തണം. അലസമായി നമ്മൾ കളയരുത്. നിനക്ക് കിട്ടിയിരിക്കുന്ന സമയം, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താനുള്ളൊരു തീരുമാനം. നിന്റെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്റെ ഹൃദയത്തിന്റെ പടിവാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ നീ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കണം. ചങ്ക് പെടഞ്ഞ് പ്രാർത്ഥിക്കണം. അലസമായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഹൃദയം തുറന്ന് ഈശോയെന്ന് വിളിക്കണം. ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, മനസ്സിന് ഭാരം ഉണ്ടാവും. അതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് എന്റെ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തിക്കേ, നാവ് തുറന്ന് ദൈവമക്കൾ ഒരുമിച്ച് എന്റെ യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാനുള്ള സമയമാണ്. നാളത്തേക്ക് വെക്കരുത്. ഇതാ ഈ സമയം. നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിൽ, കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയം. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. സമയം സമാഗതമായി, കണ്ണുകളടച്ച് സകലരും അനുദപിക്കാൻ. ഓ ദൈവമേ, സർവം സമർപ്പിക്കുവാൻ
Yes, this is the right time. സകലരുമണങ്ങിടുവിൻ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. സമയം സമാഗതമായി. അറിയാവുന്നവർ ചേർന്ന് പഠിക്കോ. സമയം സമാഗതമായി. സകലരും സകലരുമനുദപിക്കാൻ. Yes. സർവം സമർപ്പിക്കുവാൻ. ഓ ദൈവമേ, സകലരുമണങ്ങിടുവിൻ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവം നിന്നെ ക്ഷണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നിന്റെ ജീവിതത്തിൽ സകലതും സമർപ്പിക്കുവാൻ. മർക്കോസ് സുവിശേഷം 1:15 നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ അനുതാപത്തിന്റെ സമയമാണ്. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട സമയമാണ്. നാളത്തേക്ക് വെക്കണ്ട. ഈ സമയം പരിശുദ്ധാത്മാവ് നിന്നോട് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടല്ലോ. ഏത് മേഖലയിലാണ് മാറ്റം വരുത്തേണ്ടത്? എൻ്റെ സ്വഭാവ രീതികളിൽ എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ സമയത്തെ ഉപയോഗിക്കുന്നത്? ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു സമയം സമാഗതമായി. ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ആ ഗാനത്തിന്റെ വരികൾ ഏറ്റുപാടിക്കേ. സമയം സമാഗതമായി. സമയം സമാഗതമായി. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. സകലരുമനുദപിക്കാൻ. സർവം സമർപ്പിക്കുവാൻ. സർവം സമർപ്പിക്കുവാൻ. ഓ കർത്താവേ, സകലരുമണങ്ങിടുവിൻ. അറിയാവുന്നവർ ചേർന്ന് പാടുന്നു. സമയം സമാഗതമായി. സകലരുമനുദപിക്കാൻ. സർവം സർവം സമർപ്പിക്കുവാൻ. ദൈവമേ, സകലരുമണങ്ങിടുവിൻ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച അനുതാപിയേ. ആമേൻ. അനുഗമിക്കാനൊരു ആത്മാവിനാൽ നിറച്ചിടുവാൻ. ആഗതനായവൻ വിളിച്ചിടുന്നു. ഇതാ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം കർത്താവ് ആഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് നീ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ചിന്തിക്കൂ, നിന്റെ സമയം നീ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അലസമായിട്ട് നിന്റെ സമയത്തെ നീ കളയുന്നുണ്ടോ? വെറുതെ മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞ് ഉള്ള സമയം മുഴുവൻ നിന്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന സംസാര ശൈലി നിനക്കുണ്ടോ? മൊബൈൽ ഫോണിൽ നിന്റെ സമയം നീ കളയുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് 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 അശ്ലീല കാര്യങ്ങൾ കണ്ടുപോലും നിന്റെ ഉള്ളിലേക്ക് അത് നിറയ്ക്കുന്നുണ്ടോ? ലോകത്തിന്റെ കാര്യങ്ങൾ കണ്ട് 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 കേട്ട് 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 നിന്റെ ഉള്ളിലേക്ക് നീ അത് നിറയ്ക്കുന്നുണ്ടോ? ഇതാ കർത്താവ് പറയുന്നു, നിന്റെ സമയം നീ നന്നായിട്ട് ഉപയോഗിക്കണം. ആത്മീയ കാര്യങ്ങൾക്ക് നീ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഓരോ വ്യക്തിയും ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് ക്രമീകരിക്കണ്ടേ? എൻ്റെ സമയത്തെ ഞാൻ ഉപയോഗിക്കണ്ടേ? ജപമാല ചൊല്ലുന്ന ശൈലി നിനക്കുണ്ടോ? ബൈബിള് വായിക്കുന്ന സമയം നീ ക്രമീകരിച്ചിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം നീ ക്രമീകരിക്കുന്നുണ്ടോ? നിന്റെ കുടുംബ അംഗങ്ങളോട് ചേർന്നിരുന്ന് വർത്തമാനം പറയാൻ നീ സമയം കണ്ടെത്തുന്നുണ്ടോ? അതോ നീ സെൽഫിഷാണോ, സ്വാർത്ഥനാണോ? നിന്റെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾക്ക് നീ വില കൽപ്പിക്കുന്നുണ്ടോ? സമയം കൊടുക്കുന്നുണ്ടോ? തിരക്കാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പോലും സമയം കൊടുക്കാതെ നിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം, നിന്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് മാത്രം നീ സമയം കൊടുക്കുന്നുണ്ടോ? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ സമയം ക്രമീകരിക്കണം, നീ സമയം ക്രമീകരിക്കണം. ഇത് നിന്റെ ജീവിതത്തിലെ ഒരു വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ സമയം ക്രമീകരിക്കണം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവമേ, എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കും, ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കും. ദൈവമേ, ഞാൻ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവജന കൂട്ടത്തിന്റെ മുമ്പിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ സമയം ഞാൻ പ്രയോജനപ്പെടുത്തും. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, നിന്റെ തീരുമാനങ്ങളെ സമർപ്പിച്ചേ, തീരുമാനങ്ങളെ സമർപ്പിച്ചേ. ഓ കർത്താവെ, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു.
ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം, വലിയ വിശുദ്ധീകരണം സംഭവിക്കുന്ന സമയം. ഓ ദൈവമേ, ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 കർത്താവേ. ആമേൻ. ആമേൻ. പറഞ്ഞേ ആമേൻ ആമേൻ. 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 പ്രൈസ്